കുഞ്ഞുങ്ങളെ, ചോദ്യം ഇതാണ്. ഒരു അർദ്ധഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണവും വ്യാപ്തവും തുല്യമാണ്. അങ്ങനെയെങ്കിൽ ആ അർദ്ധഗോളത്തിൻ്റെ വ്യാസം ഡയമീറ്റർ എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ചോദ്യത്തിൽ പറയുന്നത് ഉപരിതല വിസ്തീർണം സർഫസ് ഏരിയയും ആരും ഈക്കലെന്ന, വ്യാപ്തം അല്ലെങ്കിൽ വോളിയവും ഈക്കലെന്ന. അപ്പോൾ അർദ്ധഗോളത്തിൻ്റെ സർഫസ് ഏരിയയുടെയും വോളിയുടെയും ഇക്വേഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ കണ്ടീഷൻ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഒരു അർദ്ധഗോളത്തിൻ്റെ സർഫസ് ഏരിയ കാണുന്ന ഇക്വേഷൻ 3πr² ആണ്. 6 അതിൻ്റെ ആരമാണ്. എന്നാൽ ഒരു അർദ്ധഗോളത്തിൻ്റെ വോളിയം കാണുന്ന ഇക്വേഷൻ എന്താ? 2/3πr³ ആണ്. എൻ്റെ കുട്ടികൾക്ക് അറിയാവുന്ന കഥയാണ് ഇതൊക്കെ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആര് ക്യാൻസലാകും? പൈ ക്യാൻസലാകും അല്ലേ? പൈ ക്യാൻസലാകും. പിന്നെ ആര് ക്യാൻസലാകും? r² കൂടി ക്യാൻസലാകത്തില്ലേ? ഇവിടുത്തെ ഒരു r²ഉം r³ ഒരു r² അങ്ങ് ക്യാൻസലായിപ്പോൾ. അപ്പം ബാക്കി എന്ത് വരും? ഒന്ന് ശ്രദ്ധിച്ച് പറഞ്ഞേ. ലെഫ്റ്റ് സൈഡിൽ ഒരു 3 മാത്രമാകും. πr² വെട്ടിപ്പോവും. റൈറ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്? 2/3 ഉണ്ട്. πr² കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു 6 മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ 6ൻ്റെ വില കാണാനായിട്ട് ഈ 3നെ ക്രോസ് ഇങ്ങോട്ട് വിടാമല്ലോ. ക്ലിയർ ആയോ? അപ്പം ഞാൻ എഴുതുകയാണ് 3 × 3. ഇനി 2 എവിടെ പോവും? ആ 2 ക്രോസിന് താഴോട്ടും വരും അല്ലേ? അപ്പം 3 × 3/2 ആണ് 6ൻ്റെ വില. അപ്പോൾ ഇവിടെ റേഡിയസ് എത്രയാണെന്ന് ചോദിച്ചാൽ 3 × 3 9 ആണ്. 9/2 4.5. അപ്പോൾ റേഡിയസ് നമുക്ക് കിട്ടുന്നു. ഈ ചോദ്യത്തിൽ പറയുന്ന അർദ്ധഗോളത്തിൻ്റെ റേഡിയസ് 4.5. ചോദ്യം എന്താ? വ്യാസമാണ് കാണേണ്ടത്, ആരമല്ല. അപ്പം ഡയമീറ്റർ കാണണം. നിങ്ങൾക്കറിയാം ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ആരത്തിൻ്റെ ഇരട്ടിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ പറയുന്ന അർദ്ധഗോളത്തിൻ്റെ ഡയമീറ്റർ എത്രയാ? 4.5ൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 9 യൂണിറ്റ് ആണ് ഇവിടുത്തെ ഡയമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.